ആഗ് തേസ് തോ ഥീ. അപ്പോൾ നമ്മുടെ വയസ്സായിട്ടുള്ള ആള് ആ തീയിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തീയാണെങ്കിൽ നല്ല ഉഗ്രമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്കെ കപടെ സോഖ് ഗയേ, അതുകൊണ്ട് തന്നെ അവൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങിപ്പോയി. അവർ ഉസ്കെ ബദൻ മേ ഗർമി ആയി, അവൻ്റെ ശരീരത്തിലൊരു ചൂട് വന്നു. അപ്പോൾ ഉസ്കി ഭൂഖ് അവർ ബഡ് ഗയി, അപ്പോൾ അവൻ്റെ വിശപ്പ് ഒന്നും കൂടി വളർന്നു, ഉഗ്രമായ വിശപ്പായി. ആഹർ ഉസ്നെ അപ്പിനെ ദിമാഗ് പർ ജോർ ഡാല, അവസാനം അവൻ്റെ ബുദ്ധിയിൽ തലച്ചോറിൽ ബലം പ്രയോഗിച്ചു. അവർ ഉസ്കി സമജ് മേ ഏക് തർക്കീബ് ആയി, അവൻ്റെ മനസ്സിൽ ഒരു ഉപായം വന്നു. ഉസ്നെ ബാവർച്ചി സേ കഹാ, അവൻ ആ കുക്കിനോട് പറഞ്ഞു, തും ജാൻതേ ഹോ മേ ബഹുത് അച്ഛാ ബാവർച്ചി ഹൂ, നിനക്കറിയോ ഞാൻ നല്ല പാചകക്കാരനാണ്. മേ ബഹുത് അച്ഛാ സൂപ്പ് ഷുർബ തയ്യാർ കർ സക്താ ഹൂ, എനിക്ക് നല്ല സൂപ്പ് തയ്യാറാക്കാൻ അറിയാം. ഷുർബ എന്ന് പറഞ്ഞാൽ രസം, അങ്ങനത്തെ സാധാരണ സൂപ്പ് സാധാരണ കുടിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കുന്ന രസമല്ലേ, നമ്മളെ ഹോട്ടലിൽ കിട്ടുന്ന സാധനം, ഇതിനൊക്കെ ഷുർബ എന്ന് പറയും കേട്ടോ. അവർ ഉസ്മേ ഹറസ് ബി കം ഹോത്ത, അതിന് ചിലവാണെങ്കിലോ വളരെ തുച്ഛം, എന്നാൽ നല്ല സൂപ്പ് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ കുടിക്കാൻ പറ്റും. ഉസേ പത്തർ സെ തയ്യാർ കർത്തേ ഹൈ, അത് കല്ല് കൊണ്ടാണ് ഉണ്ടാക്കുക. പത്തർ ക സൂപ്പ്, മേനെ തോ ഐസെ സൂപ്പ് കാ നാം ബി നഹീ സുനാ, കല്ലിൻ്റെ സൂപ്പോ, ഞാനിങ്ങനെ ഒരു സൂപ്പിൻ്റെ പേരിനെ കേട്ടിട്ടില്ലല്ലോ. തും കൈസെ ബനാത്തേ ഹോ, ഈ എങ്ങനെ ഉണ്ടാക്കുക? ഉസ്മേ ക്യാ മുഷ്കില, അതിനെന്ത് പെടുങ്ങറ്, എന്ത് ബുദ്ധിമുട്ടുള്ളേ. മേ അബി തുംകോ സിക്കാ ദേത്തോ ഹോ, ഞാൻ അപ്പം എന്നെ പഠിപ്പിച്ചു തരാം. ഫിർ തുമ്പി പക്കാത്തേ രഹന ജിബി, അപ്പോൾ പിന്നെ എനക്കും അതെന്ത് ചെയ്യാം, പാകം ചെയ്യാം, പാകം ചെയ്തുകൊണ്ടിരിക്കാം. ബാവർച്ചിനെ ഉസേ ഹാണ്ടി അവർ പാനി ദേ ദിയ, അപ്പോൾ സൂപ്പിന് എങ്ങനെയായാലും ഒരു ചട്ടി, മൺചട്ടി വേണമല്ലോ, അപ്പോൾ ഹാണ്ടി എന്ന മൺചട്ടി, അതേമാതിരി പാനി വെള്ളം നൽകി ദേ ദിയ. ബൂഡനെ ഹാണ്ടി മേ തോടാ പാനി ഭർക്കർ, വയസ്സൻ എന്ത് ചെയ്തു, ആ പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ആഗ് പർ രഖ് ദിയ, തീൻ്റെ മേലിൽ വെച്ചു. ഫിർ ഉസ്നെ ഏക് സോഫ് സുതറ പത്ഥർ ജേബ് സെ നിക്കാല, എന്നിട്ട് അവൻ നല്ല വൃത്തിയുള്ളൊരു കല്ല് തൻ്റെ കീശയിൽ നിന്ന് പുറത്തെടുത്തു. അവർ അച്ചി തൊറ ധോക്കർ, അത് നല്ലപോലെ കഴുകിയിട്ട് ഹാണ്ടിമേ ഡാൽ ദിയ, അത് ആ ചട്ടിയിലിട്ടു. ജബ് പാനി കുച്ച് ഗരം ഹോ ഗയാത്തോ, വെള്ളം കുറച്ച് ചൂടായപ്പോൾ ഉസ്നെ ജറാസ പാനി ലേക്കർ ചക്ക, അവൻ കുറച്ച് എന്ത് ചെയ്ത് വെള്ളം എടുത്തിട്ട് രുചിച്ച് സ്വാദ് നോക്കി, ചക്കിന് പറഞ്ഞാൽ സ്വാദ് നോക്കി. അവർ പോലെ എന്നിട്ട് പറഞ്ഞു, ബഡാ മസേദാർ സൂപ്പ്, ഓ എന്ത് രസമുള്ള സൂപ്പ് അവനെ. ബസ് ജറാ നമക് പടേക, പക്ഷെ കുറച്ചൊരു ഉപ്പ് കൂട്ടണം. തും ജാൻതേ ഹോ, നിനക്കറിയോ, നമുക്ക് തോ ഹർ കാനേ മേ ഹോന ജറൂരിയേ, ഉപ്പ് എല്ലാ ഭക്ഷണത്തിലും ഉണ്ടാവുന്നത് വളരെ അത്യാവശ്യമാണ്. ബാവർസി നമക് ലേനെ ഗയ, അപ്പോൾ നമ്മളെ പാചകക്കാരന് ഉപ്പെടുക്കാൻ പോയി. സാമനെ മേസ് പർ കുച്ച് സബ്സ് തർക്കാരി രഖി തീ, അപ്പോൾ മുമ്പിലുള്ള മേശമിൽ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിരുന്നു. ബോർഡനെ ബഡ്കർ, വയസ്സന് മുന്നോട്ട് പോയിട്ട് കുച്ച് തർക്കാരി ബി ഡാൽ ദിയ, അതിൽ കുറച്ച് പച്ചക്കറി ഇട്ടു. ഇതിനിടയിൽ ബാവർസിനെ പാചകക്കാരനെ നമക് ലാക്കർ ദിയ, ഉപ്പും കൊണ്ട് കൊടുത്തു. അങ്ങനെ ബൂഡേനെ ഹാണ്ടി കൊതേക്ക, ആ സമയത്ത് വയസ്സനെ ചട്ടിക്ക് നോക്കി. ബടാ അച്ഛാ സൂപ്പ് തയ്യാർ ഹോനെ വാല ഹൈ, വളരെ നല്ല സൂപ്പ് ഇവിടെ തയ്യാറാവുകയാണ്. ബസ് മതി, ജറാസ പ്യാസ് ലസൻ അവർ പടേക, കുറച്ച് ഉള്ളി, അതേപോലെ ലസൻ എന്ന് പറഞ്ഞാൽ വെള്ളുള്ളി, അതും കൂടി എന്ത് ചെയ്യണം, നമുക്ക് ഇതിലേക്ക് ഇടണം. ബാവർച്ചീനെ കഹ, അപ്പോൾ കുക്ക് പറഞ്ഞു, തും മുസേ ദേഖ്തേ രഹോ കഹേ ജ്യാദ ന പക്ക ജായേ, മേ അഭി പ്യാസ് ഓർ ലസൻ ലാക്കർ ദേത്താ ഹോ, നിങ്ങൾ അതെന്ത് ചെയ്തോളൂ, ഇത് നോക്കിയിരുന്നോളൂ. കഹേ ജ്യാദ നെ പക്ക ജായ, അത് കൂടുതൽ വേവണ്ട, വേവ് കൂടുതലാകണ്ട, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുക, ഉള്ളുള്ളിയൊക്കെ എന്ത് ചെയ്യുക കൊണ്ടുകൊണ്ട് തരാം. അവർ ജറാസി
ദേർമേ വളരെ കുറച്ച് നേരത്ത് തന്നെ ബാവർച്ചീനെ പാചകക്കാരനെ ഉസെ അദ്ദേഹത്തിന് കുറച്ച് പ്യാസ് ഉള്ളി ലസൻ വെള്ളുള്ളി അവർ മറിച്ച് മുളക് ലാക്കർ കൊണ്ടുവന്ന് കൊടുത്തു. ബൂഡേനെ പ്യാസ് ലസൻ അവർ മറിച്ച് കാട്ടുകർ ഹാണ്ടിമേ ഡാൽ ദിയെ. അപ്പോൾ വയസ്സന് എന്ത് ചെയ്തു, ആ ഉള്ളിയും വെള്ളുള്ളിയും അതേമാതിരി തന്നെ മുളകും ഒക്കെ ആ ചട്ടിയിൽ മുറിച്ചിട്ടു. അബ് ഹാണ്ടി മേസെ ബഡി അച്ചി ഖുശ്ബു ആയി. ഈ സമയത്ത് ആ ചട്ടിയിൽ നിന്ന് നല്ല സുഗന്ധം വന്നു. കാരണം ഉള്ളിയും കൂടി ഇട്ടാൽ അതിൻ്റെ ആ ഒരു ഗന്ധം പിന്നെ പറയണ്ടല്ലോ. കിത്തന അച്ഛ സൂപ്പ് തയ്യാറായി, എത്ര നല്ല സൂപ്പാണ് ഇവിടെ തയ്യാറായത്. ബസ് മതി ഉസ് ജറാസ ചലാനയ്ക്ക് ജറൂറത്ത് ഹെ. ഇനി എന്ത് ചെയ്യണം, അതിങ്ങനെ ഇളക്കണം. ചലാൻ പറഞ്ഞാൽ ചലിപ്പിക്കുക, അതായത് ഇങ്ങനെ ചട്ടിയുള്ളത് കറി ഇങ്ങനെ, അതായത് സൂപ്പ് ഇങ്ങനെ ഇളക്കേണ്ട അത്യാവശ്യം കൂടിയേ ഉള്ളൂ. ബാവർച്ചീനെ കഹാം, ഇത് വയസ്സാൻ പറഞ്ഞതാ കേട്ടോ. അപ്പോൾ പാചകക്കാരൻ പറഞ്ഞു, തും ഫിക്ർ മത് കരോ, നിങ്ങൾ വെറുതെ ചിന്തിക്കേണ്ട ആവശ്യത്തിലൊന്നും. മേ അബി തുംകോ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ബഡ ചംച ലാക്കർ ദേത്താവോ, ഇപ്പം നിങ്ങൾക്ക് വലിയൊരു തവി എന്ന് പറഞ്ഞാൽ കയ്യിൽ സ്പൂൺ, വലിയൊരു സ്പൂണാണ് നിങ്ങൾക്ക് വലിയൊരു കയ്യിൽ കൊണ്ടുവന്നേരം നിങ്ങൾക്ക് അത് ഇളക്കാൻ. ബുഡനെ കഹ, അപ്പോൾ വയസ്സാൻ പറഞ്ഞു, നെയ് ഉസ്കി ജറൂറത്ത് നെയ്, അതിൻ്റെ അത്യാവശ്യമൊന്നുമില്ല. പത്തർക്ക് സൂപ്പ് കി ഹാണ്ടി ചംസ സെ നെയ് ചലായ ജായേ. ഈ പത്തറിൻ്റെ സൂപ്പില്ലേ, അത് ഇളക്കാൻ തവിയല്ലേ വേണ്ടത്, കയ്യിലല്ലേ വേണ്ടത്. അതിൻ്റെ ജറൂറത്തില്ല. ഈ സാമനെ ഈ മുമ്പിലുള്ള ഗോസ്റ്റ് രക്കാഹെ, ഈ ഇറച്ചി വെച്ചിട്ടുണ്ട്. അഗർ തും കഹോ തോ, നീ പറയുകയാണെങ്കിൽ മേ ഉസ്മേ ജോ ബഡി ഹഡ്ഡി, അതിൽ നിന്ന് വലിയ എല്ല് ബഡി ഹഡ്ഡി പടി ഹെ ഉസ്സെ അപ്പനെ ഹാണ്ടി ചലാലോ, അതിലുള്ള ഒരു വലിയ എല്ലെടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ മൺചട്ടി എല്ലാ സൂപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇളക്കാം എന്ന് പറഞ്ഞു. ബാവർച്ചി കഹ ജറൂർ ജറൂർ, നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. ഉസ്നെ ബഡി ഹസെ ബഡീസി ഹഡ്ഡി ഉഡാലി, അതിൽ ഏറ്റവും വലിയ ആ ഒരു എല്ലെടുത്തു. എന്നിട്ട് ജിസ്കെ സെറെ പർ കാഫി ഗോസ്റ്റ് ലഗാ ഹുവാത്ത, അതിൻ്റെ ആ നിങ്ങൾ ഫോട്ടോത്തിൽ കാണുന്ന മാതിരി അതിൻ്റെ ആ തലക്കൽ എന്തുണ്ട്, നല്ലോണം മതിയായ ഇറച്ചി അവിടെ പറ്റി പിടിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എല്ലെടുത്തു. അവർ ഉസ്സെ ഹാണ്ടി കൊ ചലാന ഷുറു കർദിയ, എന്നിട്ട് എന്ത് ചെയ്തു, അത് ആ ചട്ടിയുള്ള ഇത് കറി ഇങ്ങനെ സൂപ്പ് ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി. वो हांडी चलाता जाता था और बावर्ची से बातें करता जाता था. അപ്പോൾ വയസ്സൻ എന്ത് ചെയ്തു, പാത്രത്തിലുള്ള സൂപ്പ് ഇങ്ങനെ ഇളക്കുകയും മറ്റേ പാചകക്കാരനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. ബാവർച്ചി ബി ബഡേ ഓർ സേ ഹാൻഡി കോ ദേഖ് രഹാ താ. അങ്ങനെ പാചകക്കാരന് വളരെ ചിന്തിച്ച് വലിയൊരു ആകാംക്ഷയോടെ, ഓർസനല്ല ചിന്തയോടുകൂടെ എന്ത് ചെയ്യൂ, ആ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉസ്കി ബാത്തേ സുൻ രഹാത്ത, അവൻ്റെ സംസാരങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. വോ സോച്ച് രഹാത്ത, അവൻ ചിന്തിച്ചിരുന്നു എന്താ വെച്ചാൽ അഗർ ഈ സൂപ്പ് അച്ചാ ഹുവാ തോ, ഈ സൂപ്പ് എങ്ങാനും വളരെ നല്ലതാവുകയാണെങ്കിൽ മേ ഉസ് തർക്കീബ് സേ, ഈ ഒരു ഉപായത്തിനാൽ പത്തർക്ക സൂപ്പ് പക്കാക്കർ, ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് പത്തറിൻ്റെ സൂപ്പ് പാകം ചെയ്തിട്ട് ലോകോങ്കോ ദിക്കാവുങ്ക, ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അവർ ഹൈറത് മേ ഡാൽ ദൂങ്ക, അവരെ എന്ത് ചെയ്യും, അമ്പരപ്പിക്കും. അവർ लोग मेरा सूप पीने के लिए दूर दूर के मुल्कों से आया करेगे. എന്നിട്ട് ജനങ്ങൾ ദൂരെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ എൻ്റെ സൂപ്പ് കുടിക്കാനായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ചിന്തയിലിരിക്കുകയാണ് നമ്മുടെ ബാവർച്ചി പാചകക്കാരൻ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.